കേരളത്തിലെ ദേശീയപാത വികസനത്തിന് 5600 കോടി രൂപ നൽകേണ്ടി വന്നത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയുടെ ശിക്ഷയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതുപോലും നൽകാൻ കേന്ദ്രം തയ്യാറാവുന്നില്ലെന്നും വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെ കണ്ടത് അതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിർമ്മാണം പൂർത്തിയായ മലയോര ഹൈവേ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ച് കോടഞ്ചേരി കക്കാടംപൊയിൽ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ദേശീയപാത വികസനത്തിന് 5600 കോടി രൂപ നൽകേണ്ടി വന്നത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കുറ്റകരമായ അനാസ്ഥയുടെ ശിക്ഷയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നിർമ്മാണം പൂർത്തിയായ മലയോര ഹൈവേ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ച് കോടഞ്ചേരി കക്കാടംപൊയിൽ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ സ്ഥലത്തിന് വലിയ വിലയാണ്, ഞങ്ങൾക്കിത് കഴിയില്ല എടുക്കാൻ, നിങ്ങളെടുത്ത് തരണം. എവിടെ ഇല്ലാത്തൊരു കാര്യം കേരളത്തോട് പറയാം. തർക്കമായി അവസാനം ഉണ്ടായ ഒത്തുതീർപ്പ്. അതനുസരിച്ചാണ് 5600 കോടിയോളം രൂപ നമ്മൾ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ മൊത്തം സംഖ്യയുടെ 25% കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നത്. ഇത് കുറ്റകരമായ അനാസ്ഥയുടെ ശിക്ഷയായി നമുക്ക് കിട്ടിയതാണ്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതുപോലും നൽകാൻ കേന്ദ്രം തയ്യാറാവുന്നില്ലെന്നും വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെ കണ്ടത് അതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിട്ടിയോ ഇതേവരെ അർഹതപ്പെട്ടത്? നമുക്ക് എന്താണ് നമുക്ക് ഉള്ള വീഴ്ച? നമ്മൾ ഈ രാജ്യത്തിന് ചേരാത്തവരാണോ? ഈ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ പറ്റാത്തവരാണോ? ഈ രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നേരത്തെ പറഞ്ഞ നമ്പർ 1 ഇല്ലേ, വിവിധ സ്ഥാനങ്ങളിൽ നമ്പർ 1 സ്ഥാനം കരസ്ഥമാക്കിയുള്ള സംസ്ഥാനമാണ് കേരളം. അഭിമാനപൂർവ്വം രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിനാണ് ദുരന്തമുണ്ടായപ്പോൾ അതിന് നേരെ കണ്ണടക്കുന്ന നില. ദുരന്തത്തിൽ സഹായമല്ലേ നൽകേണ്ടത്? തിരിച്ചടക്കാനുള്ള വായ്പയാണോ കൊടുക്കേണ്ടത്? വായ്പ വേറൊരു ഭാഗമല്ലേ, അത് സഹായത്തിന് പകരമാവില്ലല്ലോ. സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ബാധ്യതയല്ലേ. കേരളത്തെ നിരന്തരമായി ഇകഴ്ത്തി കാണിക്കുന്നത് സംസ്ഥാനത്തെ മൊത്തം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറി. നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണെന്നും ഇത് ലഭിച്ചത് വിവിധ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെയാണ് കേരളത്തിലേക്ക് നിക്ഷേപകർ വരാൻ തയ്യാറായതെന്നും അതാണ് ഇത്തരം നേട്ടങ്ങൾക്ക് കാരണമായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം വ്യവസായങ്ങളുടെ കാര്യത്തിൽ പുതിയ നിക്ഷേപങ്ങൾ വരുന്ന കാര്യത്തിൽ വലിയ നേട്ടമുണ്ടാകും. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ആ മാറ്റം കേവലമായ റോഡ് വികസനം മാത്രമല്ല, റോഡ് വികസനത്തിലൂടെ നാടിൻ്റെ മൊത്തം വികസനമാണ് വരുന്നത്. ഇത് കൂടുതൽ നിക്ഷേപത്തിനും അവസരങ്ങൾ ഉണ്ടാക്കുക. കാരണം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു. ആ സഞ്ചരിക്കാൻ പറ്റുന്ന സാഹചര്യം മൊത്തത്തിൽ ഒരുങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിൻ്റെ വിവിധ വികസന പദ്ധതികളെക്കുറിച്ച് ശശി തരൂർ MP പുകഴ്ത്തിയതിനെയും മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. നാടിൻ്റെ വികസനം ചില മേഖലകളിൽ വലിയ തോതിലുണ്ടായിരിക്കുന്നു. അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകത്തക്ക രീതിയിലുള്ള വികസനമാണ് എന്നത് വസ്തുതകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം ഒരു സാധാരണ പൊതുവായൊരു പ്രസംഗം നടത്തുകയല്ല ചെയ്തത്. തീരദേശ ഹൈവേ, ദേശീയപാത, മലയോര ഹൈവേ, ജലപാത തുടങ്ങി സമസ്ത മേഖലകളിലും യാത്രാ സൗകര്യം കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെടുത്തിയും റോഡ് വികസനം പൂർത്തിയായതോടെ ഏതൊരാൾക്കും എത്രയും പെട്ടെന്ന് ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ 4 എയർപോർട്ടുകൾ, അവിടെ ഇറങ്ങിയാൽ എവിടെയാണോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നത് അവിടത്തേക്ക് അതിവേഗം എത്താൻ കഴിയുന്ന റോഡ് സൗകര്യം വന്നിരിക്കുന്നു. പശ്ചാത്തല സൗകര്യ വികസനം എന്നത് വളരെ പ്രധാനമാണ്. ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, മുൻ MLA ജോർജൻ തോമസ്, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ, M അശോക് കുമാർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.